അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് സ്വമദ് എന്നത്. ആരെയും ആശ്രയിക്കാത്തവൻ, എന്നാൽ എല്ലാവരും അവനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് സ്വമദ് എന്നതിൻ്റെ അർത്ഥം. പരിശുദ്ധമായ ഖുർആനിൽ ഒരു പ്രാവശ്യമാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 134. എല്ലാ ആവശ്യങ്ങളിലും അള്ളാഹുവിനെ ഉദ്ദേശിക്കപ്പെടുന്നു. ഭക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ, സർവകാര്യങ്ങളും അവനിലേക്ക് ആശ്രയിക്കുന്നു. അവനെ കൂടാതെ ഒരു കാര്യവും ഇവിടെ നടക്കുകയില്ല. എല്ലാ സൃഷ്ടികളും നശിച്ചതിൻ്റെ ശേഷവും ഇവിടെ ബാക്കിയാകുന്നവൻ, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ഒരു വസ്തുവിനും പുറപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ എല്ലാത്തിൻ്റെയും പരിപൂർണമായ അധികാരം ഉള്ള അഭയസ്ഥലം, ഏതൊരു കാര്യവും അവനെ കൂടാതെ ഇവിടെ ഉണ്ടാവുകയില്ല എന്ന രൂപത്തിൽ എല്ലാവരാലും അനുസരിക്കപ്പെടുന്ന യജമാനൻ, അവൻ്റെ മുകളിൽ മറ്റൊരു വസ്തുവും ഇല്ലാത്ത രൂപത്തിൽ മേലെയായവൻ, എല്ലാ വസ്തുക്കളും അവനെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു, ആ ഒരവസ്ഥയിലുള്ളവൻ. ഇങ്ങനെയെല്ലാം സ്വമദ് എന്നതിന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. സർവ ജനങ്ങളുടെ ഹൃദയങ്ങളും അള്ളാഹുവിലേക്ക് ലക്ഷ്യം വെക്കുന്നു, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടും അള്ളാഹുവിനെ ഭയന്നുകൊണ്ടും. കാരണം എല്ലാ ഖൈറിൻ്റെ കാര്യങ്ങളും അള്ളാഹുവിൽ മേളിച്ചിട്ടുണ്ട്. സ്തുത്യർഹമായ എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സൃഷ്ടികളും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അത്യാവശ്യങ്ങളിലും അവരുടെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വമദ് എന്നതിന് സയ്യിദ്, നേതാവ് അല്ലെങ്കിൽ യജമാനൻ എന്നൊക്കെ പല പണ്ഡിതന്മാരും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും സ്വമദ് എന്നതും സയ്യിദ് എന്നതും വ്യത്യാസം ഉണ്ട്. സ്വമദായ ഏതൊരാളും, അഥവാ ആരെയും ആശ്രയിക്കാത്ത, എന്നാൽ മറ്റു സർവവസ്തുക്കളും ഇങ്ങോട്ട് ആശ്രയിക്കുന്ന ഏതൊരാളും സയ്യിദാണ്. പക്ഷേ ഒരു സയ്യിദായി എന്നതുകൊണ്ട് സ്വമദായിക്കൊള്ളണം എന്നില്ല. പല യജമാനന്മാരും അവരുടെ കാര്യങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാത്തിൻ്റെയും യജമാനനാണ്, ഒന്നിലേക്കും ഒരു നിലക്കും ആവശ്യം ഇല്ലാത്തവനാണ്. സ്വമദാവുക എന്നത് അള്ളാഹുവിൻ്റെ ദാത്തിയായ വിശേഷണമാണ്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെക്കുറിച്ച് അവനാണ് സ്വമദ് എന്ന തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വസ്തുവിലേക്കും അവൻ ആശ്രയിക്കുകയില്ല. അവൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അവൻ അള്ളാഹുവിനെ കൊണ്ട് ഐശ്വര്യവാനാകും എന്നാണ്. ഈ മഹത്തായ
ഇസ്മുമായിട്ട് താല്ലുക്ക് ആകേണ്ടത്, ബന്ധം പുലർത്തേണ്ടത് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിലേക്ക് മടങ്ങൽ കൊണ്ടാണ്. സർവസമയങ്ങളിലും സന്ദർഭങ്ങളിലും അള്ളാഹുവിൽ ആഗ്രഹം വെക്കുക, പ്രതീക്ഷ വെക്കുക, ഈ ഒരു തലത്തിലേക്ക് എത്തലാണ് ഈ ഇസ്മുമായി ബന്ധം പുലർത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. ഈ ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കൽ. ഒരു മനുഷ്യൻ മറ്റുള്ള അടിമകൾക്ക് സഹായിയായി മാറലാണ്. മറ്റുള്ള അടിമകൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ അവർക്ക് സഹായിയാവുക, ശാരീരികമായി സഹായിയാവുക, സാമ്പത്തികമായി സഹായിയാവുക, അല്ലെങ്കിൽ വാക്കുപരമായിട്ട് സഹായിയാവുക. ഏതെല്ലാം രൂപത്തിൽ സൗകര്യപ്പെടുന്നുണ്ടോ ആ രൂപത്തിലൊക്കെ മറ്റു അടിമകൾക്കുള്ള ഒരു അഭയകേന്ദ്രമായി മാറുക. അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കളൊക്കെ അവരവരുടെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ അഭയകേന്ദ്രമായിരുന്നു എന്ന് നമുക്ക് അവരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. വഫാത്തിന് ശേഷവും അവർ ആളുകൾക്കുള്ള അഭയസ്ഥലമായി മാറുന്നു. അപ്പം ഇത് സ്വമതെന്ന ആ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കലാണ്. സ്വമത് എന്നതിന് ഭക്ഷിപ്പിക്കപ്പെടാത്തവനെന്നൊരർത്ഥമുണ്ട് എന്നതുകൊണ്ട് തന്നെ റിയാളകളിലൂടെയും കഠിനമായ പരിശ്രമങ്ങളിലൂടെയും ഭക്ഷണത്തോടും പാനീയങ്ങളോടുമുള്ള ആ ഒരു ആഗ്രഹങ്ങൾ കഴിവിൻ്റെ പരമാവധി ഇല്ലാതെയാക്കുക എന്നതും സ്വമത് എന്ന ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമാണ്. തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക എന്നല്ല, മറിച്ച് അതിനോടുള്ള ഒരു ശഹ്വത്ത്, ഒരു ആഗ്രഹവും അത്യാഗ്രഹവും പരമാവധി ഇല്ലാതെയാക്കുക. അള്ളാഹുവിൻ്റെ മഹത്തുക്കളൊക്കെ ഭക്ഷണവും പാനീയവും വിലവെക്കാതെ അവരൊക്കെ ശരീരത്തെ പല വിധേനയും പരിശീലിപ്പിക്കുകയും അതുപോലെ തന്നെ ത്യാഗം അനുഭവിപ്പിക്കുകയും ചെയ്ത് ശരീരത്തെ മെരുക്കിയെടുത്തവരാണ്. അതൊക്കെ ഈ ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ജനങ്ങളൊക്കെ ലക്ഷ്യം വെക്കുന്ന രൂപത്തിൽ, എല്ലാവരും ഇങ്ങോട്ട് ആശ്രയിക്കുന്ന രൂപത്തിൽ നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ടു പോകുന്നവനായി നീ മാറുക. ഇതും ഈ ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കലിൻ്റെ ഭാഗമാണ്. സമദ് എന്ന ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കളായ ആളുകൾ പഠിപ്പിക്കുന്നത്, അതിനെ ധാരാളമായി ചൊല്ലുമ്പോൾ തീർച്ചയായും അവനിൽ ഖൈറും നന്മയും ഉണ്ടായിത്തീരും. അത്താഴ സമയത്ത് 125 പ്രാവശ്യം ഈ സമദ് എന്ന ഇസ്മിനെ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ അവനിൽ സത്യസന്ധതയുടെ, സുദ്ദീഖിയ്യത്തിൻ്റെ അടയാളങ്ങൾ പ്രകടമാകും എന്നാണ്. അതുപോലെ ഈ ഇസ്മിനെ കൂടുതലായി ചൊല്ലുന്നവർക്ക് വിശപ്പിൻ്റെ വേദന അറിയുകയില്ല എന്നും പറയുന്നത് കാണാം. ചില നോമ്പുകാലങ്ങൾ വലിയ ക്ഷീണമുള്ള കാലങ്ങളാകാറുണ്ട്. കഠിനമായ ചൂടും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ കാരണവുമൊക്കെയായി സഹിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ക്ഷീണം നമുക്കുണ്ടാകുന്നതിന് ഒരു പരിധിവരെ അതിനെ നമുക്കില്ലാതെയാക്കാൻ, ആ ക്ഷീണം മാറ്റാൻ ഈ ഇസ്മിനെ കൂടുതലായി ചൊല്ലിയാൽ മതിയാകും എന്നാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യനിൽ തെമ്മാടിത്തരം മികച്ചു, തെമ്മാടിത്തരത്തിൽ നിന്ന് വേർപിരിയാൻ ഒരു നിലക്കും അവന് സാധിക്കുന്നില്ല, ഒരു തെറ്റിൻ്റെ അടിമയായി മാറി എങ്കിൽ അവൻ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നോമ്പനുഷ്ഠിച്ച്
ആ 3 ദിവസങ്ങളിൽ റൂഹുള്ള വസ്തുക്കളെ ഭക്ഷിക്കാതെ, ജീവനുള്ള വസ്തുക്കളെ, മാംസം, മത്സ്യം പോലെയുള്ള വസ്തുക്കളെ ഭക്ഷിക്കാതെ അതിൽ നിന്ന് അവൻ ഒഴിവായി ഓരോ ദിവസവും 100 പ്രാവശ്യം വീതം ഇതിനെ ചൊല്ലുകയും ചെയ്താൽ തീർച്ചയായും അവന് അടിമത്വം എന്ന അവസ്ഥയിലെത്തിപ്പോയ, അഡിക്റ്റായിപ്പോയ ആ തെമ്മാടിത്തരം അവനിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയുമെന്നാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇൽഫത്ത്, ഇണക്കമുണ്ടാകാൻ, അതുപോലെ ഓരോ ദിവസവും 350 പ്രാവശ്യം വെച്ച് ചൊല്ലുമ്പോൾ അവൻ്റെ ഓരോ തീരുമാനങ്ങൾ ശക്തിമത്തായ തീരുമാനങ്ങളായി മാറും എന്നും മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത മഹബത്ത് അവനിലുണ്ടാകും. അള്ളാഹുവിൻ്റെ മേലിൽ ഭരമേൽപ്പിക്കുക എന്ന വിഷയം അവനിലുണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മോട് സ്നേഹമുണ്ടാകാൻ, അനുവദനീയമായ സ്നേഹങ്ങൾ, മാതാപിതാക്കൾ, മക്കൾ, ജ്യേഷ്ഠ സഹോദരങ്ങൾ, ഇങ്ങനെ കുടുംബങ്ങൾ, അത് പരസ്പരം സ്നേഹത്തിൽ ആയിത്തീരാൻ അത്തറിൽ ഈ മഹത്തായ ഇസ്മ മന്ത്രിച്ചുകൊണ്ട് ആ അത്തർ പുരട്ടിയാലും മതിയാകുമെന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അല്ലാഹു തആല ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ.